وصحبه أجمعين. أدم الصلاة على النبي محمد فقبولها أتمم بدون تردد. أعمالها بين القبول وردها إلا الصلاة على النبي محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഈ ക്ലാസ് മറ്റുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്, മുഹിബ്ബീങ്ങളുണ്ട്. വാട്സപ്പിൽ ഒരുപാട് പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജോലികൾ അല്ലാഹു ബർക്കത്ത് ചൊരിച്ച് നൽകുമാറാകട്ടെ. ഈ 1 മുതൽ 10 വരെ ഈ ദിനങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നല്ല കാര്യം ചെയ്യുവാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം സന്തോഷം നൽകണേ റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, ദുൽഹജ്ജ് മാസത്തിന്റെ 1 മുതൽ 10 വരെ എന്താണ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും പഠിച്ചവരാണ്. ഇന്നത്തെ ഈ ദിവസത്തിൽ ഇശാഇന് മുമ്പോ അല്ലെങ്കിൽ മഗ്രിബിന് മുമ്പോ ഈ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കേൾക്കാം. സ്വലാത്ത് ചൊല്ല. സലാത്ത് എന്താ? ആ സ്വലാത്തിനെ കുറിച്ചിട്ട് നിങ്ങളെല്ലാവരും കേൾക്കണം, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വല്ലാത്ത സ്വലാത്താണ്. നിങ്ങൾ ഒന്നിരിക്കലോ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സ്വലാത്ത് കേൾക്കുന്നതായിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ദുൽഹജ്ജ് മാസത്തിൽ നമ്മളെല്ലാവരും അധികരിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദിക്റാണല്ലോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തുൽ കിറാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. വല്ലാത്തൊരു ചോദ്യമാണ്. അമാ യസ്തതിഉ അഹദുകും അൻ യഹ്മല കുല്ല യൗമിൻ മിസ്ല ഉഹദിൻ അമലാ. ഉഹുദ് മലക്ക് സമാനമായ ഒരു അമല്, ഉഹുദ് മലക്ക് സമാനമായ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ സ്വഹാബ? ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമൻ യസ്തതിഉ അൻ യഅമല ഫീ കുല്ലി യൗമിൻ മിസ്ല ഉഹദിൻ അമലാ. ഉഹുദ് മലയോട് സമാനമായ നിലക്ക് അതുപോലെ ഞങ്ങൾക്ക് അമല് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ നബിയെ? ഏറ്റവും വലിയ പർവ്വതമല്ലേ ഉഹുദ് മലം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുല്ലുക്കും യസ്തതിഉ, അതെല്ലാം നിങ്ങൾക്ക് സാധിക്കും, അതെല്ലാം നിങ്ങൾക്ക് കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്തുൽ കിറാം ചോദിക്കുകയാണ്, മാതാ, എന്താണ്? ഖാല, അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സുബ്ഹാനല്ലാഹി അഅ്ളമു മിൻ ഉഹദിൻ. ഒരൊറ്റ ഒരു സുബ്ഹാനല്ലാഹ്, അത് ഉഹുദിനേക്കാളും ഏറ്റവും വലുതാണ്. വൽഹംദുലില്ലാഹ് അഅ്ളമു മിൻ ഉഹദിൻ, അത് ഉഹുദിനേക്കാളും ഏറ്റവും വലുതാണ്. അല്ലാഹു അക്ബർ വലാ ഇലാഹ ഇല്ലല്ലാഹ് അഅ്ളമു മിൻ ഉഹദിൻ, അത് ഉഹുദിനേക്കാളും ഏറ്റവും വണ്ണമായതാണ്, വലുതാണ്. അല്ലാഹു അക്ബർ അഅ്ളമു മിൻ ഉഹദിൻ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഏറ്റവും വലിയ ദിക്റാണത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹ്, ആരെങ്കിലും ഒരാൾ സുബ്ഹാനല്ലാഹ്
വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഒരൊറ്റൊരു പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് കുത്തിബത്ത് ലഹു ബികുല്ലി അർഫിൻ അശ്റാ സനാത്ത് ഖാല റസൂലുള്ളാഹി ഒരൊറ്റ അക്ഷരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ സുബ്ഹാനല്ലാഹിൽ എത്ര അക്ഷരമുണ്ട്, അൽഹംദുലില്ലാഹിൽ എത്ര അക്ഷരമുണ്ട്, അല്ലാഹു അക്ബറിൽ എത്ര അക്ഷരമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ എത്ര അക്ഷരമുണ്ട്. ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ആത്മാർത്ഥമായ നിലക്ക്, ഇഖ്ലാസോടെ നിലക്ക് ഇന്ന് ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പറയ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എല്ലാവരും പറയും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒരൊറ്റൊരു സുബ്ഹാനല്ലാഹ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ചില മഹാന്മാർ, പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ ഈ ദിക്റിന്റെ ഫളലിൽ പറയുന്നുണ്ട്, അലിഫ് കൂടാതെ 36 അക്ഷരമുണ്ടെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 360 കൂലിയാണ്. 360. പ്രിയപ്പെട്ടവരെ, ഒരു സുബ്ഹാനല്ലാഹുള്ള ഒരു അക്ഷരത്തിനിക്ക് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ഒരൊറ്റ അക്ഷരത്തിനിക്ക് 10 പ്രതിഫലമാണ്. അല്ലാഹു നമ്മൾക്ക് ചൊല്ലാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ, ഫമാദാ നഖൂലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പറയേണ്ടത്? അവിടെന്ന് പറഞ്ഞത് തഹ്മീദും തംജീദുമാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു നമ്മൾക്ക് ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മഗ്രിബിന് മുമ്പ് അല്ലെങ്കിൽ ഇശാഇന് മുമ്പ് ഈ സ്വലാത്ത് ചൊല്ലി 1-ാമത്തെ ദിവസമല്ലേ ഇന്ന് ഈ സ്വലാത്ത് ചൊല്ലി ദുആരക്കണം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മുത്തനബി പഠിപ്പിക്കുകയാണ്, അസ്സലാത്തു അലയ്യ തംഫിൽ ഫഖർ, എന്റെ മേലുള്ള സ്വലാത്ത് അത് ദാരിദ്ര്യത്തെ ഇല്ലാണ്ടാക്കും. എന്റെ മേലുള്ള സ്വലാത്ത് അത് ദാരിദ്ര്യത്തെ നാടുകടത്തി കളയും. എന്റെ മേലുള്ള സ്വലാത്ത്, മുത്തനബി പറയുകയാണ്, അസ്സലാത്തു അലയ്യ തംഫിൽ ഫഖർ, എന്റെ മേലുള്ള സ്വലാത്ത് അത് ദാരിദ്ര്യത്തെ ഇല്ലാണ്ടാക്കി കളയും. ജോലി വേണോ, അല്ലെങ്കിൽ എന്താണോ നീ ഉദ്ദേശിക്കുന്നത്, എല്ലാം സ്വലാത്ത് കാരണമാകും. അതാണ് മുത്തനബി പഠിപ്പിക്കുന്നത്, എന്റെ മേലുള്ള സ്വലാത്ത് അത് ദാരിദ്ര്യത്തെ ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് സ്വലാത്തു ചൊല്ല. ഇന്ന് പ്രധാനപ്പെട്ട ഒരു സ്വലാത്തു ചൊല്ല. അല്ലാഹുവിന്റെ റസൂൽ സലാത്തിനെ കുറിച്ച് പറഞ്ഞത് മുത്തു മോമിനീങ്ങളെ, ലികുല്ലി ഷൈഇൻ ത്വഹാറ, ഓരോ വസ്തുവിനും ശുദ്ധീകരിക്കാൻ അതിന്റെ മാർഗമുണ്ട്. നായി തൊട്ടാൽ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, ഒരു സ്ഥലത്ത് നജിസായാൽ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, നമ്മുടെ മുതലിനെ അതിനെ ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, ലികുല്ലി ഷൈഇൻ ത്വഹാറ, ഓരോ വസ്തുവിനെയും ശുദ്ധീകരിക്കാൻ അതിന്റെ മാർഗമുണ്ട്. പക്ഷേ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് അത് സ്വലാത്ത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, കുല്ലു അമലിൻ ഫീഹി മഖ്ബൂലും വ മർദൂദും, ഏതൊരു അമലൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൽ മഖ്ബൂലും ഉണ്ടാവും, മർദൂദും ഉണ്ടാവും, തള്ളപ്പെടുന്നതുമുണ്ടാവും, സ്വീകരിക്കപ്പെടുന്നതുമുണ്ടാവും. അല്ലാഹു അത് സ്വീകരിക്കുന്നതുണ്ട്, അല്ലാഹു അത് തള്ളപ്പെടുന്നതുമുണ്ട്. ഏതൊരു അമൽ പരിശോധിച്ച് നോക്കിയാൽ, നമ്മൾ നിസ്കരിച്ച നിസ്കാരം ഇന്ന് സുബൈ നിസ്കരിച്ചവരാണ്, അല്ലെങ്കിൽ ഇന്ന് ളുഹ്ർ നിസ്കരിച്ചവരാണ്, ഇശാ നിസ്കരിച്ചവരാണ്, ആ നിസ്കാരത്തിന് തള്ളപ്പെടുന്നതുണ്ട്, സ്വീകരിക്കപ്പെടുന്നതുണ്ട്. പക്ഷേ ഇല്ല സ്വലാത്തു അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, നബി തങ്ങളുടെ ഖൽബ് തട്ടിയിട്ടുള്ള നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അത് തള്ളപ്പെടുന്ന പ്രശ്നമേ അല്ല. സലാത്തിനിക്ക് കൊടുത്ത പവറാണത്.
സലാത്ത് ചൊല്ലുന്നതായ മനുഷ്യൻ 24 മണിക്കൂറും അവന്റെ വായിൽ വരുന്നത് സ്വലാത്താണ്. ആ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനോട് തൊട്ട് കളിക്കണ്ട. അതുകൊണ്ട് സ്വലാത്തിനിക്ക് എന്തൊന്നില്ലാത്തൊരു ഫൗറുണ്ട് പ്രിയപ്പെട്ടവരെ. സ്വലാത്ത്, അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാവരും ചൊല്ലണം, പഠിക്കണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതാ സലാത്ത്? ആ സലാത്തിനിക്ക് മുമ്പ് ഒരുപാട് സലാത്തുണ്ട്. നേരത്തെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. സ്വലാത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത്, സലാത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാണ്? ഒരുപാട് സലാത്തിന്റെ സിഗയുണ്ടല്ലോ. സലാത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതായ സ്വലാത്ത്, ഭയങ്കര ഫൗറുള്ള സ്വലാത്താണ്. ഈ സ്വലാത്ത് ഈ മാസത്തിൽ അധികരിപ്പിക്കേണ്ടതാണ്. ഈ സ്വലാത്ത് ചൊല്ലിയവൻ ഹജ്ജ് ചെയ്യാതെ മരിക്കില്ല എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ സ്വലാത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചവരാണ്. ഒന്നും കൂടി ആ സ്വലാത്ത് പറയുന്നു. ആ സ്വലാത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വലാത്ത്. പിന്നൊരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണം. അത് നമ്മൾക്ക് പഠിക്കാം. ഏതാ സ്വലാത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്? അത് ഇബ്രാഹിമിയ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇബ്രാഹിമിയ സ്വലാത്ത്. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം എന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടല്ലോ. ഈ ആയത്ത് ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാം അടക്കം തന്റെ തുററുൽ മൻസൂർ എന്നുള്ള കിതാബിന്റെ അകത്ത് ഒരു ചരിത്രം പറഞ്ഞത് കാണാം. എന്താ ആ സ്വലാത്താണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഏതാ സ്വലാത്ത്? പ്രിയപ്പെട്ടവരെ, ഏതാ സ്വലാത്ത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ജാഅ റജുലുൻ, ഒരു മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നു. എങ്ങനെയുള്ള മനുഷ്യനാണ്? എങ്ങനെയുള്ള സ്വഹാബിയാണ്? സദുവായ ഫഖീറായ ഒരു മനുഷ്യനായിരുന്നു. എന്തോ ആ മനുഷ്യൻ വന്നു. അവിടെ ആരുണ്ട്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുണ്ട്. ഒരുപാട് സ്വഹാബിമാരുണ്ട്. പരസ്പരം വന്നുകൊണ്ട് ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും, നബിതങ്ങളും ഈ സ്വഹാബിയും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് സംസാരിക്കുന്നു. സ്വഹാബത്തുൽ കിറാമിനോട് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ഓ സ്വഹാബ, ഓ അബൂബക്കർ സിദ്ദീഖ്, ഈ മനുഷ്യനെ അറിയുമോ? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തെന്നില്ലാത്തൊരു ബന്ധമുണ്ട്, എന്തെന്നില്ലാത്തൊരു സ്നേഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അറിയില്ല. ആ മനുഷ്യൻ എന്താ? സുബഹി നിസ്കരിച്ചതിന് ശേഷം 10 വട്ടം സ്വലാത്ത് ചൊല്ലുന്നവനാണ്. സുബഹി നിസ്കരിച്ചതിന് ശേഷം 10 വട്ടം സിക്റും ഔറാദെല്ലാം കഴിഞ്ഞതിന് ശേഷം 10 വട്ടം ഈ മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുന്നവനാണ്. അപ്പോൾ ഈ സ്വലാത്തിനിക്ക് ലോകത്തുള്ള ആരെല്ലാം നല്ല നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ടോ അതിന്റെ ഒരു പ്രതിഫലം അയാൾക്കുണ്ട്. അത് എന്താ? ഏതാ സ്വലാത്ത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം. സ്വലാത്തിനിക്ക് എന്തെന്നില്ലാത്ത പവറുണ്ട്, എന്തെന്നില്ലാത്ത ഒരു ശ്രേഷ്ഠതയുണ്ട് സ്വലാത്തിനിക്ക്. ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാമിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബി സ്വന്തം ഉണ്ടാക്കിയ സ്വലാത്താണ്. ഇന്നലെ കുറെ ആൾക്കാർ പറയും സ്വലാത്ത്, അങ്ങനെയുള്ള സ്വലാത്ത് പറയാൻ പാടില്ല. ഏത് സലഫികളാണെങ്കിലും, ഏത് മുജാഹിദീകളാണെങ്കിലും, ഏത് പുത്തനാശയക്കാരാണെങ്കിലും
അവർ സലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സലാത്ത് എവിടുന്നാ കിട്ടിയത്? ഏത് ഹദീസിൽ നിന്നാണ് കിട്ടിയത്? സലാത്ത് എങ്ങനെ വേണമെങ്കിലും ചൊല്ലാം, സലാത്ത് ഉണ്ടാക്കിയിട്ടും ചൊല്ലാം. എത്രയോ സലാത്തിന്റെ വാചകങ്ങളുണ്ട്, സീഗകളുണ്ട്. ഈ സ്വഹാബി ഉണ്ടാക്കിയ സ്വലാത്താണ്. സുബൈ നിസ്കരിച്ചതിന് ശേഷം ഈ മനുഷ്യൻ സ്വലാത്ത് ചൊല്ലും. ഏതാ സ്വലാത്ത്? اللهم صل على سيدنا محمد عدد من صلى عليه من خلقك اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه اللهم صل على سيدنا محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. هذا صلاة نقول ورينا എല്ലാവരും പഠിക്ക്. اللهم صل على محمد النبي عدد من صلى عليه من خلقك اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه اللهم صل على سيدنا محمد النبي كما أمرتنا أن نصلي عليه. نقول اللهم صل على محمد النبي عدد من صلى عليه من خلقك اللهم صل على سيدنا محمد النبي كما ينبغي لنا أن نصلي عليه اللهم صل على سيدنا محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലി ഇന്ന് ദുആ ചെയ്യണം. വല്ലാത്ത പവറുള്ള സ്വലാത്താണ്. പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, സുബൈ നിസ്കരിച്ചതിന് ശേഷം 10 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലണം. ഒരു സ്വഹാബി നബി തങ്ങൾക്ക് ചൊല്ലിയ സ്വലാത്താണ്. ഈ സ്വലാത്തിനിക്ക് വല്ലാത്ത പവറാണ്, വല്ലാത്ത ശ്രേഷ്ഠതയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് പഠിക്കണം. ഈ സ്വലാത്ത് ചൊല്ലണം. സുബൈ നിസ്കരിച്ചതിന് ശേഷം 10 പ്രാവശ്യം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഇങ്ങനെ സുബൈ നിസ്കരിക്കുന്നത് വരെ 10 പ്രാവശ്യം സുബൈ നിസ്കരിച്ചതിന്റെ മേൽ ഈ സ്വലാത്ത് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സുല്ലജ്ജ് 1-ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് ഈ 1-ാമത്തെ ഈ ദിവസത്തിൽ പെരുന്നാൾ ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ചയാണ്. അതുവരെ ഇൻഷാ അല്ലാഹ് നല്ല കാര്യം, നല്ല ക്ലാസും ഉളുഹിയത്തിനെ സംബന്ധിച്ചിട്ടും ഒരുപാട് സംശയങ്ങളും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരുപാട് മുഹിബീങ്ങളുണ്ട്, ഒരുപാട് മുത്തുമോമിനീങ്ങളുണ്ട്. ഒരുപാട് നല്ല കാര്യം പഠിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് അതിനെ നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.